ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. പുതിയ ചാനലാണ്. ഓക്കെ, ക്യാപ്റ്റൻസി ടാസ്ക്, ആ റോപ്പ് പിടിച്ച് 3 പേര് നടക്കുന്ന ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നെവിൻ, ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടുക്ക് കയറി ഞാൻ ഇരുന്നു ലാലേട്ട, എല്ലാത്തിനും നടുക്ക് കയറി കിടക്കില്ലേ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അല്ല ലാലേട്ട, ഇവർ മരപ്പാവ പോലെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഗെയിം ചേഞ്ചർ ആവാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ട അതിനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, പക്ഷേ ഇവൻ ക്യാപ്റ്റൻ ആവാനല്ല ലാലേട്ട, ഇവന് നോമിനേഷൻ മുക്തി കിട്ടാനാണ് എന്ന് പറയുന്നുണ്ട്. അത് കുറേ വാരി വിളിച്ചിട്ടൊക്കെ പറയുന്നത് ലാലേട്ടൻ മനസ്സിലാവാത്ത പോലെ ലാലേട്ട അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ലാലേട്ട പറഞ്ഞു, അതിനിപ്പോൾ എന്താ, സ്വാഭാവികം, നമുക്ക് നോമിനേഷനിൽ ഒരു മുക്തി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അനുമോൾ മേടിക്കില്ലേ? ഞാൻ മേടിക്കും ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നു. ആര്യം പറയുന്നു, എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണ് ലാലേട്ട ഈ വീക്കിൽ ഞാനത് നിന്നത്. എൻ്റെ കൈയൊക്കെ സെറ്റ് ആവുന്നുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഞാൻ പൗഡറൊക്കെ ഇട്ടിട്ടാണ് നിന്നത്. പിന്നെ അനുമോൾ പോയതിന് ശേഷം എൻ്റെ ഭാരം നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കത് പിടിച്ചിട്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് സാബുമനേക്കാളും നല്ല ഫെയർ ആയിട്ടാണ് കളിച്ചത് എന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻസി ആര്യന് തന്നെയാണ് ലഭിക്കേണ്ടത്, ജയിക്കേണ്ടത്. കാരണം എക്സ്ട്രാ വെയിറ്റ് ആര്യനാണ്, എന്നാൽ ഈ ആദില അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ആക്കിയില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ വെയിറ്റ് അനുമോൾ പോയതിന് ശേഷം അനുമോളുടെ റോപ്പിൻ്റെ ഭാരം കൂടി ഈ ആര്യനാണ് വഹിച്ചിരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞത് അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ അതിലോട് ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ അക്ബർ ആര്യൻ ഇവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തത്? അല്ലല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, നോമിനേഷൻ്റെ കാര്യത്തിലേയും വിചാരിച്ചിട്ടില്ല, നന്നായി ചെയ്തത് ആരാണോ ആ സമയത്തേക്ക് തോന്നിയത്, അപ്പോൾ അതനുസരിച്ചേ പെരുമാറിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ട പിന്നെ അത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. നൂറോട് ചോദിക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, ആര്യ ശരിക്കും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് പല സമയത്തൂടെ കളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറയാം. ലക്ഷ്മി പറയുന്നുണ്ട്, റിലാക്സ് ചെയ്യാതെ പിടിച്ചു നിന്നത് സാബുമാൻ മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ ആര്യനെ ലൂസർ ലൂസർ എന്ന് വിളിച്ച് കളിയാക്കിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് തെറ്റാണ്, സാബുമാനേക്കാൾ നന്നായി കളിച്ചത് ആര്യൻ തന്നെയാണ്. അനുമോൾ ഇട്ടിട്ട് പോയിട്ട് പോലും ആ കയറ് റോപ്പ് പിടിച്ച് സ്ട്രൈറ്റായിട്ട് നിന്നിരുന്നത് സാബുമാനല്ല, ആര്യനാണ്. കാരണം സാബുമാനും അനുമോളും കുറച്ച് ഹൈറ്റ് കുറവാണ്. ഇവർ രണ്ടുപേരെ അടുത്തേക്ക് കയറ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാരം മുഴുവൻ താങ്ങുന്നത് ആര്യനാണ്. ആര്യൻ നടുക്കിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ ആര്യൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് താങ്ങുന്നുണ്ട്. എന്നിട്ടും അത്രയും നേരം പിടിച്ചു നിന്നു. പിന്നെ ആദിലെ പിടിച്ച് ഔട്ടാക്കിയതാണ് ആര്യനെ. അപ്പോൾ ശരിക്കും ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ആര്യൻ തന്നെയാണ്. അതുകൊണ്ട് ലാലേട്ട അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ എല്ലാവരെയും കൊണ്ടും ചോദിപ്പിക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.